ഗൈസ് ഞങ്ങളിപ്പോൾ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റിൽ വന്നേക്കാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു സംഭവം ഉണ്ട്. അതെന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ആൽക്കഹോൾ ഉള്ളൊരു സംഭവമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാം. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഏത് കഴിക്കുന്ന അറിയാണ്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഇരിക്കുക. അപ്പോൾ ഇവരുടെ തന്നെ നമുക്ക് ചോദിക്കാം. അത് വാങ്ങാം. Wir möchten eine Kinderpunsch. Ein Kinderpunsch. Ja. Okay, 8,50 bitte. Danke schön. ഇതാണ് നമ്മുടെ സാധനം. ഇപ്പോൾ €3.50 ഉള്ളെങ്കിൽ €8.50 നമ്മൾ പേ ചെയ്യണമെന്ന്. കാരണം ഇത് പി ഫാൻ ഉണ്ട്. നമ്മൾ തിരിച്ചു കൊടുത്താൽ €5 ബാലൻസ് കിട്ടും. ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇത് വിത്തൗട്ട് ആൽക്കഹോളാണ്. പ്യൂർ കിൻഡർ. നല്ലയാ? നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ജസ്റ്റ് ഒരെണ്ണം വാങ്ങിയിട്ടുള്ളൂ എല്ലാവർക്കും കൂടെ. സാധാ എപ്പോൾ പോകുമ്പോഴും 3 എണ്ണമൊക്കെ വാങ്ങി കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റാ. അത് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇഷ്ടമായ? ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ചുമയുടെ ഒരു മരുന്നിന്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം. എന്തോ ഭയങ്കരമായിട്ട് എന്തോ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ലോറൻ കൃഷി എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് ഞാൻ. ഇവിടെ നല്ല രസമുണ്ട്. ദേ ഇപ്പൊ ക്രിസ്മസ് ആയിട്ടൊന്നുമില്ല, ഡിസംബർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാം അവര്. ഈ ചോക്ലേറ്റ് നിങ്ങൾ മിക്ക വീഡിയോസിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും യൂറോപ്യൻസിൻ്റെ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടുത്തെ മെയിൻ സംഭവമാണ് ഈ ചോക്ലേറ്റ്സ്. ഇവിടെ ഇങ്ങനെ കുറേ ഓരോന്നും ഒരു ഇങ്ങനെ ഇഷാബൈന ഹാറ്റ്സ് ഗെക്കൗഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല ക്യൂട്ടാണ് ഈ ചോക്ലേറ്റ്സ്. ഇതുവരെ മെയിൻ ചോക്ലേറ്റ്സാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ സ്ട്രോബെറിയിൽ കണ്ടോ, ഇത് സ്ട്രോബെറിയിൽ ഇതാക്കി വെച്ചേക്കണം. സ്ട്രോബെറി ചോക്ലേറ്റ് വെച്ചിട്ട് കോട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ ബനാന ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ബനാന ഇല്ല. ബനാന ഉണ്ട്. അതന്നെ ടാങ്കുലൂസ് പോലത്തെ, അതന്നെ അതുപോലത്തെ സംഭവങ്ങളാണ് ഫുള്ള്. ഇത് ഫുൾ ബനാനയുടെ സംഭവങ്ങളാണ്. കൊള്ളാം എന്തായാലും. ഇതൊരു ബിയർ ഗാർഡനാ. ഇവിടെ ഫുള്ള് പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഫുള്ളെല്ലാവരും അടിച്ചു പൊളിയാണ്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു ബിയർ ഗാർഡൻ ഉറപ്പാണ്. ഇതിപ്പോൾ എല്ലാ സ്ട്രീറ്റിലും ഓരോരോ ബിയർ ഗാർഡൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് അടിച്ചുപൊളിയും പാട്ടും ഫുള്ള് അടിച്ചു പൊളിക്കാണ് ആൾക്കാർ. എനിക്ക് തോന്നുന്നു കുറേ ടൂറിസ്റ്റുകൾ, ഇന്ത്യൻസ് തന്നെ കുറേ പേരെ ഞാൻ കണ്ടു ഇവിടെ വന്നിട്ട്. ടൂറിസ്റ്റായിട്ട് ക്രിസ്മസ് കാണാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാർ. ചെറുതായിട്ട് ചാറ്റൽ മഴയ്ക്ക് ഉണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. തിരക്കിനൊന്നും ഒരു കുറവില്ല. ഇവിടെ ഫുള്ള് ക്രിസ്മസിൻ്റെ പുൽക്കൂടിൻ്റെ ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവങ്ങളും എല്ലാത്തിൻ്റെ സ്റ്റോഴ്സ് ഭയങ്കര അതിഭീകരമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഉണ്ടായിരുന്നില്ല ലോറൻസ് കൃഷിയിൽ. ക്രിസ്മസ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അവർ അതിനെ ഫോക്കസ് ചെയ്ത് കുറേ കടകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളിങ്ങനെ കുറേ ചെറിയ ചെറിയ ക്യൂട്ട് കടകൾ കുറേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ പുൽക്കൂട് ഡെക്കറേഷനും അല്ലാത്ത വീട് ഡെക്കറേഷനും എല്ലാതും നല്ല രസമുണ്ട് കാണാൻ. ഞാൻ കാണിച്ചു തരാം. മഷ്റൂംസും കുറേ ഇവിടെ നോക്കിയാൽ നമ്മുടെ പഴംപൊരി പോലെ ഇവര് ആപ്പിൾ കൊണ്ട് ബജ്ജി ഉണ്ടാക്കി വെച്ചേക്കാം. നല്ല രസമുണ്ടല്ലേ. ഈ ഒരു സ്റ്റോറ് ടൂറിസ്റ്റുകൾ മാത്രം ലക്ഷ്യമിട്ടിട്ടുണ്ടാക്കിയേക്കുന്ന സംഭവം. ഇത് ഫുൾ സോവനിയേഴ്സ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ സംഭവം. പക്ഷെ അത്യാവശ്യം നല്ല കത്തി റേറ്റാണ് കേട്ടോ. 38-42 യൂറോസ് ഒക്കെ എല്ലാത്തിനും. പക്ഷെ ക്യൂട്ടാ, നല്ല രസമുണ്ട് കാണാൻ. ഹാങ് ചെയ്തിടാം നമുക്ക്. ഇതാണ് ഗൈസ് എൻ്റെ സ്വപ്നത്തിലെ കോട്ടുകൾ. ഇതിന് പക്ഷെ ഭയങ്കര പൈസയാണ് ഇവിടെ, നല്ല പൈസയാണ്. പക്ഷെ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ബോഡീനെ വാമാക്കും. അടിപൊളിയായിട്ട് വാമാക്കും. അതിൻ്റെ പറ്റിയ ബൂട്ട്സും എല്ലാം ഉണ്ട്.
ഇതെന്ന് വെച്ചാൽ ഇത് വാമീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇതിൽ കുറേ ഡോൾസ് പോലെ ഇരിക്കും. ഇതിനകത്ത് ഫുള്ള് മണൽ ഇറച്ചിക്കുക. ഈ മണൽ ഇത് നമ്മൾ മൈക്രോവേവ് വെച്ചിട്ട് ജസ്റ്റ് ചൂടാക്കുമ്പോൾ നല്ല ഹീറ്റായിട്ട് നമുക്കിത് പിന്നെ നമുക്ക് തണുക്കുമ്പോൾ നമുക്ക് ഹീറ്റ് കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഇത് നമ്മളെ നാട്ടിലൊക്കെ സാധാ നമ്മളെ വീട്ടിലൊക്കെ ചെയ്യണ പോലെ തന്നെ സാധാ കോട്ടൺ തുണിയിൽ കുറച്ച് മണലിട്ടിട്ട് ചൂടാക്കി നടുവേ ഹോട്ട് ബാഗ് പോലെ തന്നെ ബാഗിന്റെ ക്യൂട്ടായിട്ടുള്ള ഒരു വേർഷൻ അത്രേ ഉള്ളൂ. ഇവിടെ നമ്മള് മറ്റേ ഇതുവരെയും ചെയ്യാത്തൊരു സംഭവം കണ്ട്, മറ്റേ ഫോട്ടോ ബൂത്തില്ലേ, അത് ഞങ്ങള് ഫോട്ടോ എടുക്കാന്ന് വെച്ച് കേറിയേക്കാ. ഇത് ഇവിടെ എനിക്ക് തോന്നുന്നു പൈസ ഇവിടെ പൈസ സെറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇവിടെ പൈസ ഇങ്ങനെ പേ ചെയ്യാം, അല്ലെങ്കിൽ മിഡ് കാർഡ് ഇങ്ങനെയും പേ ചെയ്യാം. ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വരാം. ഓക്കെ, ഇതെങ്ങനെയാ സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ക്യാമറ. ഒരു 4 ഫോട്ടോ അവർ ക്ലിക്ക് ചെയ്യും. ഇവിടെ €4 പേ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോസ് ഞാൻ 2 കിട്ടി. ഞങ്ങൾക്ക് 2 ഫോട്ടോസ് ഇതുപോലത്തെ ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെ വന്നു. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവസാനം അഞ്ചപ്പാറിൽ വന്ന് കയറിയേക്കാം. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രാൻഡ് ആയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഇപ്പം ലൈറ്റായിട്ട് എല്ലാവരും ചെറിയ മീൽസല്ല ചെറിയ ഡിഷസാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തേക്കണ കുത്തു പൊറോട്ട, മട്ടൻ കുത്തു പൊറോട്ട. അപ്പോൾ ഫുഡ് വന്നിട്ട് ഇനി കാണാം. മഞ്ഞത് ജ്യൂസാ, അവൾക്ക് ഒട്ടും വിശപ്പില്ല എന്നിട്ട് അവള് ജ്യൂസാ ഓർഡർ ചെയ്തേക്കുന്നത്. ആദ്യം എന്നിട്ടാ പൈസ തന്നല്ല. കൊത്തു പൊറോട്ട ചിക്കനാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ കൊത്തു പൊറോട്ട. മാധവും ചിക്കൻ കൊത്തു പൊറോട്ട. ഫൈനലി കൊത്തു പൊറോട്ട വന്ന് ഞങ്ങള് ചെറുതായിട്ട് സ്ഥലം മാറിയിട്ടാ. ആദ്യമൊക്കെ അവിടെ ഇരുന്നപ്പോ മീനിന്റെ മണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊള്ളാം. ഇതെന്താന്നറിയില്ല. ഇത് കൊത്തു പൊറോട്ട ഉണ്ട്, അതിന്റെ കൂടെ മട്ടൻ, റൈത്ത, പായസം.